ചേച്ചിയുടെ ക്യാബേജ് ആയിരുന്നു. ക്യാബേജ് അല്ല, ഉള്ളിയാണ്. ഇതാണ് അമ്മയുടെ ഗിഫ്റ്റ്. അതെ, ചിക്കൻ ഇതാണ് നമ്മുടെ കേക്ക്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഒരു ഈവനിങ് വ്ളോഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ 2 സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരെണ്ണം നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, രണ്ടാമത് നമ്മുടെ കസിൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും പാപ്പിനെയും റേച്ചുവിനെയും. വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എനിക്കൊരു വാച്ച് അപ്പം പുതിയതായിട്ടൊരു വാച്ച് കിട്ടി. അപ്പൊ ആ വാച്ച് ചിന്തു ഒന്ന് തുറക്കാൻ പോവാണ്, അൺബോക്സ് ചെയ്യാം. ചിണ്ടുവിന് സ്കൂളിലൊക്കെ ഇടാൻ പറ്റിയ വാച്ചാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. നമുക്ക് 5ാം ക്ലാസ് ആകുമ്പോഴേ സ്കൂളിൽ വാച്ച് ഇടാൻ പറ്റും. നമ്മുടെ നല്ല സിമ്പിൾ വാച്ചാണ് കേട്ടോ. പിങ്ക് കളറാണ്, അതാണ് എനിക്കിഷ്ടം. എനിക്ക് ഇതേമാരത്തെ ഒരു സെയിം വാച്ച് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ ഉപയോഗിക്കാറില്ല, കാരണം അതൊക്കെ ചീത്തയായി. അപ്പൊ നമുക്ക് പുതിയ വാച്ച് ആവശ്യമുള്ള ഇതാണ് ചിന്നുവിന്റെ വാച്ച്. പിന്നെ നമുക്ക് അമ്മയുടെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതാണ് അമ്മയുടെ ഗിഫ്റ്റ്. റെഡ് കളറാണ്, അമ്മയുടെ ഫേവറേറ്റ് കളർ. ഇത് അമ്മയുടെ ഫേവറേറ്റ് കളറാണോ റെഡ്? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഓ, ഗിഫ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ. ഇതാണ് അമ്മയുടെ ഗിഫ്റ്റ്. ഫാസ്റ്റ് ട്രാക്കിന്റെ ഇത് മാറ്റട്ടെ. ഇതാണ് അമ്മയുടെ ഗിഫ്റ്റ് കേട്ടോ. ഇപ്പൊ ചേച്ചി ഇവിടെ അൺബോക്സ് ഒക്കെ ചെയ്ത് എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചോട്ടോ. എല്ലാം സെപ്പറേറ്റ്. ചാർജ് ചെയ്തിട്ടില്ല അല്ലേ? നമ്മൾ ചാർജ് ചെയ്തിട്ടില്ല. ഇതിന്റെ ചാർജർ എവിടെയാണോ? ഇതിന്റെ അകത്തുണ്ടോ? അതെ, ഇവിടെ ചാർജർ ഉണ്ട്. എങ്ങനത്തെ ചാർജർ? അതേമാതിരിയാണല്ലേ. ഇതാണ് കേട്ടോ നമ്മുടെ മീൻ കളക്ഷൻ. നമ്മൾ പുതിയ മീനൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ പുതിയതാ. വൈറ്റ് ഏഞ്ചലാണ്, പഴയതൊക്കെ വലുതായി. ആണ് നമ്മുടെ മുളകും ചെടി. നമുക്ക് പണ്ട് ഇതിന് കൊറേ കാന്താരി മുളക് കിട്ടാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇതിലൊന്നുമില്ല. എല്ലാം ഉണ്ട്. മൂത്ത് പോയെന്ന് തോന്നുന്നു. മൂത്തെന്നല്ല പറയണേ, എനിക്കറിയില്ല കേട്ടാ. ഇപ്പൊ ഇത് വയസ്സായി പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ പൂവുണ്ട്. കുറച്ച് മുളക് ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇതിപ്പോ ഹൈറ്റ് വെച്ച് പോണുള്ളൂ. ആദ്യം എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ വരും. അപ്പൊ ബാൽക്കണിയുടെ സ്പേസ് ഭയങ്കര കൺജസ്റ്റഡ് ആയി. അപ്പൊ നമ്മളിത് ഇവിടെ വെട്ടി വെച്ചേക്കാം. ഇപ്പൊ ഇതിന്റെ പുതിയത് വന്നിട്ടുണ്ട്, കുഞ്ഞിത് ഇവിടെ തന്നെ കാണല്ലേ. പണ്ട് ഇവിടെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഇവിടെ തക്കാളി ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ തക്കാളി എന്ന് പറയാൻ പറ്റില്ല, കോയിന്റെ അത്രയും സൈസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇത് നമ്മുടെ വേപ്പിന്റെ ചെടിയാണ്. ഇപ്പൊ നമ്മൾ ഇതിന്ന് കറിക്കൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ഇവിടെ ഇത് കണ്ടോ, ഈ വേപ്പും എന്താണ്ടൊക്കെ വന്നുണ്ട്, എന്താന്ന് അറിയില്ല. നല്ല പക്ഷെ നല്ല ഭംഗിയായിട്ട് വന്നുണ്ട്, നല്ല ബുഷി ആയിട്ട് ഇരിപ്പുണ്ട്. അമ്മ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ മുറിച്ചെടുക്കണ കാരണം പുതിയ ഇലകൾ വരാൻ കേട്ടോ. ഇവിടെ ഇങ്ങനെ മുറിച്ചിട്ടുണ്ടോ? ഇപ്പൊ സമയം 5:30 ആവാറായി, പക്ഷെ അത് തോന്നൂല, കാരണം നല്ല വെയില പുറത്ത്. കണ്ടോ, നല്ല വെട്ടം. ഇന്നലെ ഈ സമയത്ത് ഒട്ടും വെയിലുണ്ടായിരുന്നില്ല, കാരണം നല്ല മഴയായിരുന്നു. നമ്മൾ ആ സമയം സ്വിമ്മിംഗ് പൂളിൽ പോയിക്കായിരുന്നു. മഴ ആയപ്പോൾ നമ്മൾ തിരിച്ചു. നല്ല കാറ്റൊക്കെ ആയിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു ഇന്നലെ. ഇന്ന് അത്രയും മഴയുടെ ലക്ഷണമൊന്നും കാണുന്നില്ല. കണ്ടോ, നമുക്ക് നമ്മുടെ ഈവനിങ് സ്നാക്ക് എടുക്കാം. ഇന്ന് രാവിലെ അമ്മ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ അവിടെ നിന്ന് ഇച്ചിരി സ്നാക്സും മേടിച്ചുകൊണ്ട് വന്നിട്ട് അടുത്ത കടയിൽ നിന്ന്, എന്നിട്ട് പലഹാരം കിട്ടുന്ന കടയിൽ നിന്ന് സ്നാക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പപ്സ് ഉണ്ട്, പപ്സും ഉഴുന്നുവടയും. എനിക്ക് തോന്നുന്നു 2 ടൈപ്പ് പപ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരെണ്ണം വെജും ഒരെണ്ണം നോൺ വെജും ആണെന്ന് തോന്നിച്ചിട്ടുണ്ട്. ആണോ? ഇത് തിന്നാം. അമ്മ ഇവിടെ പപ്സും ഉഴുന്നുവടയും ഇത് വന്നിട്ടുണ്ട്. നമ്മൾ നല്ല ചൂട് പപ്സും ഉഴുന്നുവടയും കഴിക്കാൻ പോവാണ് കേട്ടോ. അവിടെ ഉണ്ടാക്കണുള്ളൂ. അപ്പൊ ആദ്യം നമ്മളിത് തിന്ന് തീർക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ അത്രയും പൊതുവെ ഇഷ്ടമല്ല. എനിക്ക് ബജികളോടാണ് താല്പര്യം. മുളക് ബജി,
മുട്ട ബജി എനിക്ക് അത്ര ഇഷ്ടമില്ല. മുട്ട ബജി എനിക്കിഷ്ടം. ചിന്നുവിന് മുട്ട ബജി ഭയങ്കര ഇഷ്ടം. എനിക്ക് മുളക് ബജിയൊക്കെയാണ് എന്റെ ഫേവറേറ്റ്. മുളക് ബജി പിന്നെ കോളിഫ്ലവർ ബജി അത് നല്ല രസമാണ്. അപ്പൊ നമുക്ക് കഴിച്ചു തുടങ്ങാം. നമുക്ക് കഴിക്കാം. അപ്പൊ ഇന്ന് അവര് വന്ന കാരണം നമ്മള് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ വേണ്ടി അരിയാണ് കേട്ടോ. ഞാൻ ചേച്ചിയുടെ ക്യാബേജ് അല്ല, ഉള്ളിയാണോ? ഇത് സവാള അല്ലേ? സവാളയാണത്. അപ്പൊ ഇന്ന് ഫ്രൈഡ് റൈസ് മുട്ടക്കറിയാണ് കേട്ടോ സ്പെഷ്യലായിട്ട്. അവര് വന്ന് പറഞ്ഞാണ് കേട്ടോ. അവരിപ്പോ ഇറങ്ങിയിട്ടുണ്ടാവും, ഒരു 5 മണിയാവുമ്പോ ഇറങ്ങുന്ന പറഞ്ഞ്. അവര് കാടുകുറ്റിന്നാണ് കേട്ടോ വന്നത്. പിന്നീട് ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അമ്മ അവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. റൈസ് ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ മുട്ടക്കറിക്ക് ഉള്ളിയായിരുന്നു വന്നിരിക്കുക. ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ആണ് ശരിക്കും കോമ്പിനേഷൻ. പക്ഷെ ഞങ്ങൾ ഇവിടെ മുട്ടക്കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണ്ട. ഇവിടെ ചിക്കൻ ഒന്നും ഇല്ല. അമ്മ ഇവിടെ ബസ്മതി റൈസ് ഇട്ടാ. ബസ്മതി റൈസ് ഇട്ട് പിന്നെ റൈസ് ഇതല്ല. ഇതുപോലെ ഉണ്ടല്ലേ. പിന്നെ ഇവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട്. ടി വി കാണാൻ പോവാണ്. ആരെങ്കിലും ഇവിടെ പുള്ളോത്തി ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. കാരണം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കണ്ടന്റ് ഉള്ള നല്ല വീഡിയോസ് ആണ് ഇവിടെ ഇടാറ്. പിന്നെ നല്ല സൂപ്പർ ചാനൽസ് ആണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കാനേ തോന്നും. അത്രയും രസം. നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കണം ഈ ചാനൽ. നമ്മുടെ ഫ്രൈഡ് റൈസിന്റെ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുട്ടയും നമ്മൾ പുഴുങ്ങി കേട്ടോ. അതെ, നമ്മളിപ്പോ ഇവിടെ ഫ്ലാറ്റിന്റെ താഴെ കസിൻസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ. അവൾ ഉറങ്ങാണ്. ഇതാണ് എന്റെ ആൻറ്റി. ഇതാണ് നമ്മുടെ തേച്ചു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകണ്ട. അപ്പൊ ഇതേ നമുക്ക് ഇന്ന് ഇവിടുത്തെ ഡിന്നർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൈഡ് റൈസ്, പിന്നെ മുട്ടക്കറി, സാലഡ്. മുട്ടക്കറിക്ക് അത്രയും ഗ്രേവി ഇല്ല. ഇന്നത്തെ ഡിന്നർ എന്നിട്ടാ ചിക്കൻ ബിരിയാണിയാ. ഇത് ചിക്കൻ ബിരിയാണി കേട്ടോ. ചിക്കൻ ബിരിയാണി അല്ലേ? ചിക്കൻ ബിരിയാണി. ബിരിയാണി അതെ, ചിക്കൻ ഇതാണ് നമ്മുടെ കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഓൾറെഡി നല്ല ഐസ്ക്രീം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് കാണണമെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.